ഹീൽ യുവർ സെൽഫ്, ലവ് യുവർ ലൈഫ്. ഇന്ന് 4-ാം ദിവസം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ലെറ്റിംഗ് ഗോ ഓഫ് അവർ പാസ്റ്റ്. നമ്മളുടെ മുൻകാല വേദനകളിൽ ചിലതിനെ ഉപേക്ഷിക്കുവാനും കൂടുതൽ പോസിറ്റീവായ രീതിയിലേക്ക് വാക്കുകളെയും ചിന്തകളെയും ഒക്കെ ട്യൂൺ ചെയ്യാനും പഠിക്കുക എന്നതിനെക്കുറിച്ചാണ്. പലപ്പോഴും നമുക്ക് കഴിയാത്തൊരു കാര്യവും ഇതുതന്നെയാണ്. നമ്മളുടെ പഴയകാല ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുള്ള വേണ്ടാത്ത ഒരുപാട് വേദനകളെയും പ്രശ്നങ്ങളെയും ഇന്നും നമ്മൾ ക്യാരി ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഇന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു, അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടോ അതെല്ലാം ഉപബോധ മനസ്സിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. പഴയ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ, ഇമോഷണൽ എനർജീസ്, ഇതെല്ലാം നമ്മുടെ സോളാർ പ്ലെക്സസിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ പുതുതായ കാര്യങ്ങൾ, പുതിയ ചിന്തകൾ, പുതിയ വിശ്വാസങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് അവിടേക്ക് ഫീഡ് ചെയ്യാൻ കഴിയണം. അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും? പുതിയ വിശ്വാസങ്ങൾ ഉണ്ടാകും. ആ വിശ്വാസങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിലുള്ള ചില വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവ സംഭവിക്കുന്നത്. കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന പല വിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്ന ഒരു കുട്ടിയെ അത് വളർന്നു വരുന്ന സമയത്ത് അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് വളരെയധികം പെർഫെക്ഷനിസ്റ്റായിട്ട് അങ്ങനെയൊക്കെ ആയി മാറും. അതോടൊപ്പം തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടാണ് വലുതായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള ഒരു പ്രവണത അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത് തന്നെയാണ്. അപ്പോൾ ഓരോ സ്വഭാവങ്ങളുടെ പുറകിലും ചില കാരണങ്ങളുണ്ട്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയേ. അവർക്ക് നമ്മുടെ വിശ്വാസങ്ങളുമായിട്ട് ബന്ധമുണ്ട്. നമ്മളെ പോലെയുള്ള വൈബുള്ളവരുമായിട്ടായിരിക്കും നമുക്ക് ബന്ധമുള്ളത്. എന്നാൽ പഴയ വിശ്വാസങ്ങളെ മാറ്റിയിട്ട് പുതിയ ചിന്തകളും വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ വരുന്ന സമയത്ത് നമ്മളുടെ ഈ സുഹൃത്തുക്കൾ അവർ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവയെല്ലാം നമ്മളുടെ ആന്തരിക ലോകത്തിൻ്റെ റിഫ്ലക്ഷനാണ് ബാഹ്യ ലോകത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് അഫർമേഷൻസിലൂടെ നമുക്കതിനെ എങ്ങനെ മാറ്റാമെന്ന് ശ്രമിക്കുക. മിറർ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് ഒരു 2-3 പ്രാവശ്യം ദീർഘശ്വാസം എടുത്തു വിടുക. അതിനുശേഷം നമ്മളുടെ ശരീരത്തിലുള്ള എല്ലാ ടെൻഷൻസും പിരിമുറുക്കങ്ങളും നമ്മുടെ ശരീരത്തെ വിട്ടു പോകുന്നതായിട്ട് ഫീൽ ചെയ്യുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം ശ്വാസം എടുത്തുവിട്ട് നമ്മളുടെ ശരീരത്തിനെ റിലാക്സ്ഡ് ആക്കി മാറ്റുക. അതിനുശേഷം നമ്മളുടെ നെറ്റിയിൽ 2 പുരികങ്ങളുടെയും ഇടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ട്. അത് തേർഡ് ഐ പോയിന്റ് എന്നാണ് പറയുന്നത്. ആ തേർഡ് ഐ പോയിന്റിനെ ഒരു ബട്ടൺ പോലെ സങ്കല്പിക്കുക. ഈ പൊട്ട് തൊടുന്ന ഭാഗത്ത് അതിനെ ഒരു ബട്ടൺ പോലെ സങ്കല്പിക്കുക. എന്നിട്ട് ഈ ബട്ടണിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന എല്ലാ നിഷേധാത്മകമായ നെഗറ്റീവായ ചിന്തകളും വിശ്വാസങ്ങളും ഡിലീറ്റ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. സങ്കല്പശക്തി എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. എന്നിട്ട് നമ്മളുടെ കണ്ണുകളിലേക്ക് ആഴത്തിലേക്ക് നോക്കിയിട്ട് പറയണം, ഞാൻ എൻ്റെ ഉള്ളിലുള്ള എല്ലാ പിരിമുറുക്കങ്ങളെയും, എല്ലാ നെഗറ്റീവായ കാര്യങ്ങളെ, കോപത്തെ, ഭയത്തെ, നിരാശകളെ എല്ലാറ്റിനെയും എന്നിൽ നിന്നും റിലീസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം നമുക്കുള്ളിൽ എന്തെല്ലാം നെഗറ്റീവായ കാര്യങ്ങളാണുള്ളതെന്നല്ലേ. അപ്പോൾ അതിനെ എല്ലാം ഒഴിവാക്കുന്നു എന്ന് ആ പോയിന്റിൽ ടച്ച് ചെയ്തുകൊണ്ട് പറയുക. എൻ്റെ ഉള്ളിലുള്ള എല്ലാ സങ്കടങ്ങളെയും, പരിമിതമായ നെഗറ്റീവായ എല്ലാ വിശ്വാസങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. അങ്ങനെ തേർഡ് ഐയിലെ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് കുറച്ച് സമയം നമ്മളിൽ തന്നെ ഫോക്കസ് ചെയ്യുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്കെടുത്ത് റിലാക്സ്ഡ് ആവുക. 2-3 പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്കെടുത്ത് റിലാക്സ്ഡ് ആയിട്ട് നമ്മളോട് തന്നെ വീണ്ടും പറയണം. ഒന്നും കൂടി ആ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുക. അതിനുശേഷം പറയുക, ഞാൻ എന്നോട് തന്നെ സമാധാനത്തിലാണ്, ഞാൻ സുരക്ഷിതയാണ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സമ്പത്തും സമൃദ്ധിയും എല്ലാം എന്നിലേക്ക് ആകർഷിക്കുന്നു. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് 2-3 പ്രാവശ്യം ആവർത്തിക്കുക. എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഈ അഫർമേഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് പറയാം. ഒക്കത്തെ ജേർണൽ ഇതാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബേസിക്കലി 4 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് ക്രിറ്റിസിസം, രണ്ടാമത്തേത് ഫിയർ, മൂന്നാമത്തേത് ഗിൽറ്റ് അഥവാ കുറ്റബോധം,
നാലാമത്തേത് റെസെൻമെൻറ്റ് അഥവാ നീരസം അല്ലെങ്കിൽ വെറുപ്പ് എന്നിവ കൊണ്ടാണ്. ഇപ്പോൾ ആരെങ്കിലും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം അസ്വസ്ഥത ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സമാധാനമില്ലാതെയാകുന്നു. അതിന് കാരണമുണ്ട്. നമുക്ക് ഭയമുണ്ടാകുന്നു, ഭയമുണ്ടായി സമാധാനമില്ലാതെയാകുന്നു, വെറുപ്പുണ്ടായിട്ട് സമാധാനമില്ലാതെയാകുന്നു, നമ്മളിൽ കുറ്റബോധമുണ്ടായിട്ട് സമാധാനമില്ലാതെയാകുന്നു. ജേർണൽ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഇതിൽ ഏത് കാര്യമാണ് പ്രധാനമായിട്ടുമുള്ളത് ചിന്തിച്ചിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഇതിലേത് കാരണങ്ങളാണ് എന്ന് ആലോചിക്കുക. നമ്മൾ സഫർ ചെയ്യുന്നത് എന്താണ്, പ്രശ്നം എന്താണ് എന്ന് കണ്ടെത്തിയതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള അഫർമേഷൻസ് വഴി നമുക്കതിനെ റിലീസ് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്നറിയാമോ? നമുക്കുള്ളത് ഇപ്പോൾ ക്രിറ്റിസിസമാണ്, മറ്റൊരാൾ നമ്മളെ വിമർശിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാകുന്നു എങ്കിൽ ഇങ്ങനെ ജേർണലിൻ്റെ അടിയിൽ അഫർമേഷൻ എഴുതുക. ഐ റിലീസ് ഓൾ ക്രിറ്റിസിസം ഫ്രം മൈ ലൈഫ്. ഐ ലവ് മൈ സെൽഫ് ആൻഡ് ഐ ആം സോ റിലാക്സ്ഡ്. ഇതേപോലെ തന്നെ അടുത്തത് ഫിയർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. ഐ റിലീസ് ഓൾ ഫിയർ ഫ്രം മൈ ലൈഫ്. ഐ ലവ് മൈ സെൽഫ് ആൻഡ് ഐ ആം സോ റിലാക്സ്ഡ്. ഇതേപോലെ തന്നെ ഗിൽറ്റിനും റെസെൻമെൻറ്റിനും ഒക്കെയും നമുക്ക് അഫർമേഷൻ ഉപയോഗിക്കാം. ഈ എഴുതിയ അഫർമേഷൻ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് ആഴത്തിൽ ഇത് പതിക്കുകയാണെങ്കിൽ ഇതുമൂലമുണ്ടാകുന്ന ആ ഒരു സമാധാനക്കേട് പതുക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറുന്നത് അനുഭവിച്ചറിയാൻ കഴിയും. അത്രമാത്രം പവർഫുൾ ആണ് ഓരോ അഫർമേഷൻസും. എപ്പോഴും മനസ്സിലാക്കുക, നമ്മളുടെ ഉള്ളിലെ വിശ്വാസങ്ങളെ മാറ്റാതെ വെളിയിൽ ഒരു മാറ്റവും വരുത്താൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ പവർഫുൾ ആയിട്ടുള്ള ഈ അഫർമേഷൻസ് മിററിൽ നോക്കി നമ്മളെയും സ്നേഹത്തോടെ നമ്മളോട് തന്നെ റിപ്പീറ്റഡായി പറയുകയും അതോടൊപ്പം തന്നെ ജേർണലിൽ കൂടി നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അതിനെ പരിഹരിക്കാനുള്ള ആ അഫർമേഷൻസും എഴുതി അത് ജീവിതത്തിൽ പരിശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മടിയും കൂടാതെ ആത്മാർത്ഥമായി പൂർണ്ണമായ ഇൻവോൾവ്മെൻറ്റോടുകൂടി പരിശീലിക്കുകയാണെങ്കിൽ പഴയ കാലങ്ങൾ നമുക്ക് തന്നിട്ടുള്ള പല വേദനയുടെയും ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെയും ഭാണ്ഡക്കെട്ടുകളെ വെളിയിൽ കളഞ്ഞുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഭാവിയെ സൃഷ്ടിക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും. അതിനുള്ള കഴിവ് നമ്മിൽ ഓരോരുത്തരിലുമുണ്ട്. പുതിയ ഒരു ആശയവും പരിശീലനവുമായി നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.